കുറച്ച് കാളാഞ്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കാളാഞ്ചി നുറുക്കി നന്നാക്കിയിട്ട് അവർ നുറുക്കിയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ഫ്രഷായിട്ട് പിടക്കണോടത്തുനിന്ന് വാങ്ങിയതാണ്. 2 കിലോ അടുക്കെയുള്ള ഒരു കാളാഞ്ചി ആയിരുന്നു കേട്ടോ. ഇത് അവിടെ തന്നെ നന്നാക്കി തന്നതാണ്. തിരുത്തിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി വാങ്ങിയതാണ് കേട്ടോ. ഇത്തിരി ലോങ് ആണ്, നമ്മുടെ ഇവിടുന്ന് ഒരു 1-1.5 മണിക്കൂറത്തേക്കിന് യാത്ര ഉണ്ടാവും. ഈസ്റ്ററും ക്രിസ്മസൊക്കെ വരുമ്പോൾ അവിടെ പോയി വാങ്ങുമായിരുന്നേ. അപ്പോൾ ആ തലയുടെ അവിടേക്ക് ഒരിത്തിരി ചെതമ്പൽ പോലെ സംഭവം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റണേന്. ഇത് മുളക് മൂപ്പിച്ചിട്ട് തേങ്ങാപ്പാൽ പറ്റിക്കാനാണ്. ഒരു പാത്രത്തിൽ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് കുറുകിയിരിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയാണ് ഇങ്ങനെ നനച്ച് വെക്കുന്നത്. ആ സമയത്തേക്ക് കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള പുളിയിട്ട് ഒന്ന് തിളപ്പിക്കാം. ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി, ഉള്ളി ചതച്ചതായിരിക്കണേ, പച്ചമുളക് ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കീറിയിട്ടാൽ മതി. ഉള്ളിയും ഇഞ്ചിയും ചതക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണേ. പുളി അങ്ങനെ ചൂടുവെള്ളത്തിലിടുന്നത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുളി ഇളകി കിട്ടാൻ വേണ്ടിയാണ്. ആ വെള്ളവും കൂടി നമുക്ക് കറിയിലോട്ട് ഒഴിക്കാനുള്ളതാണ്. ഉള്ളി അങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്കാളും നമ്മൾ നനച്ച് വെച്ച ആ പൊടിയില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ച കുത്തലങ്ങോട്ട് മാറണം അത്രയും നേരം നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് 2ാം പാലും 3ാം പാലും കൂടിയാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് വേണം പുളിയിടാൻ. അത് കഴിഞ്ഞിട്ട് വേണം മീനിടാനായിട്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ആ പുളി തിളപ്പിക്കാൻ വെച്ചത്. അപ്പോൾ ആ പുളി വെള്ളവും കൂടി ചേർത്താണ് ഇതിനകത്തോട്ട് ഇടേണ്ടത്. ആ പുളി വെള്ളത്തിലും നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതും കൂടിയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കുക, പുളിയും നോക്കുക. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പുളിയും ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് നല്ലോണം വെട്ടി തിളക്കുമ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നല്ല കഷ്ണങ്ങളില്ലേ, നല്ല മുഴുത്ത പോലത്തെ കഷ്ണങ്ങളും അധികം മുള്ളില്ലാത്ത കഷ്ണങ്ങളാണ് ഈ കറിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. മുള്ളോട് കൂടിയത് ഞാൻ വേറൊരു കറിക്ക് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. നല്ലോണം വെട്ടി തിളച്ചിട്ട് സിമ്മിലിട്ട് പറ്റിച്ചെടുക്കണം. ഒരുമാതിരി ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണ തെളിയുമ്പോഴേക്കാളും 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 കപ്പോളം 1ാം പാലും കൂടി ഒഴിച്ചിട്ട് അതും ഒന്ന് തിളക്കണം. തിളക്കാതിരിക്കരുതേ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച നല്ലൊരു കാളാഞ്ചിക്കറി അങ്ങനെ റെഡിയായി.